ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്, ഒരു ക്രാഫ്റ്റ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. ഫൈനലി അത് ഇന്നാണ് എനിക്ക് പറ്റിയത്. പിന്നെ ഞാൻ ആ സമയത്ത് നോക്കുന്ന സമയത്ത് മൊത്തം യൂട്യൂബ് ഫുൾ ഊബ്ലക്കായിരുന്നു, ഫുൾ വൈറലായിരുന്നു. എന്നാൽ പിന്നെ ഊബ്ലക്കിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഊബ്ലക്ക് തന്നെ ഫസ്റ്റ് ചൂസ് ചെയ്തത്. കാരണം അത് സിമ്പിളാണല്ലോ, അതിനാകെ കുറച്ച് കോൺഫ്ലോറും കുറച്ച് വെള്ളവും മാത്രം മതി. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു പിങ്ക് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ അടുത്ത് പിങ്ക് ഫുഡ് കളർ ഉണ്ടായിരുന്നില്ല. സോ ഞാനൊരു ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ആക്രിലിക് പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റ്, അങ്ങനെയുള്ള ചെറിയ ഒരു 10 രൂപ 20 രൂപയ്ക്ക് കിട്ടും. ആ സാധനം വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ അടുത്ത് പഴയതായിരുന്നു. സോ അതിനകത്താണെങ്കിൽ പ്രോപ്പറായിട്ട് കളറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഈ ഒരു കാണുന്ന ഒരു ചെറിയൊരു ടിൻറ്റ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ നൈസായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ മിക്സിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എത്രത്തോളം ആറ്റിറ്റ്യൂഡ് കാണിക്കുമോ അതിൻ്റെ അപ്പുറം ആറ്റിറ്റ്യൂഡ് ഊബ്ലക്ക് കാണിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അത് സ്ട്രോങ് ആയിട്ട് ചടപടേന്ന് ഞാനിങ്ങനെ മിക്സ് ചെയ്യുന്ന മാതിരി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് മിക്സ് ആയിട്ട് കിട്ടില്ല. അതിനെ സ്നേഹത്തോടെ മിക്സ് ചെയ്താൽ മാത്രമേ അത് മര്യാദയ്ക്ക് മിക്സ് ആയിട്ട് വരുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നതും. ഇതിനെ സയൻസിൽ നമ്മുടെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നാണ് പറയുക. അതായത് നമ്മൾ എത്രത്തോളം പ്രഷർ അതിന് കൊടുക്കുമോ അത്രത്തോളം അത് സോളിഡ് ആവും. അതിനെ മെല്ലെ ജെൻ്റലായിട്ട് പിടിക്കുന്ന സമയത്ത് അത് ലിക്വിഡായിട്ട് മാറുകയും ചെയ്യും. നമ്മളിപ്പോൾ വാട്ടർ ആണെങ്കിൽ നമുക്ക് പറയാം അത് ലിക്വിഡാണ്, അത് ഒഴുകുന്നൊരു സാധനമാണ്, അതുകൊണ്ട് ലിക്വിഡാണെന്ന് പറയാം. ഓയിലാണെങ്കിലും പറയാം ലിക്വിഡാണ്. പക്ഷെ നമുക്ക് ഊബ്ലക്കിലേക്ക് വരുന്ന സമയത്ത് അത് ലിക്വിഡാണ് അല്ലെങ്കിൽ സോളിഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ആണ്. അതായത് നമ്മൾ അതിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അത് തിരിച്ച് ബിഹേവ് ചെയ്യുക. ലിക്വിഡ് ആയിട്ടാണെങ്കിലും സോളിഡ് ആയിട്ടാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക അതിനനുസരിച്ചാണ് അത് തിരിച്ചും അതിൻ്റെ ഒരു ബിഹേവിയർ അങ്ങനെയായിരിക്കും. പിന്നെ എനിക്കത് ഉണ്ടാക്കി അത് സെറ്റായതിനു ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് കണ്ട സാധനങ്ങൾ മൊത്തം എടുത്ത് ഇടിച്ചും അടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ബോളും അതുപോലെ തന്നെ പിന്നെ ഒരു പേനയൊക്കെ എടുത്ത് പിന്നെ വേറെ എന്തൊക്കെയോ എടുത്ത് ഇടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതും കൂടെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഫുള്ള് ഫ്ലോപ്പായിരുന്നു. സോ ഇത് അടിപൊളിയായ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നതിനേക്കാൾ അടിപൊളിയാണ് അത് ട്രൈ ചെയ്ത് ആ ഒരു ഫീല് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ശരി, വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം.